ഇടുക്കി ജില്ലയിലെ ഇരട്ടയാറ്റിൽ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള രണ്ട് പാലങ്ങളുണ്ട്. അതീവ അപകടാവസ്ഥയിലുള്ള പാലത്തിനുള്ളിൽ ജീവൻ പണയം വെച്ചാണ് ആളുകളുടെ ഇപ്പോഴത്തെ യാത്ര. പാലം പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. ഇരട്ടയാർ ഡാം കമ്മീഷൻ ചെയ്തപ്പോൾ ഇരട്ടയാർ ടൗണുമായി ബന്ധപ്പെടുത്തി KSEB നിർമ്മിച്ചതാണ് ഇരട്ടയാർ വലിയ തോവാള, ഇരട്ടയാർ ശാന്തിഗ്രാം എന്നീ പാലങ്ങൾ. കാലപ്പഴക്കത്തെ തുടർന്ന് ഇരു പാലങ്ങളും അപകടാവസ്ഥയിലാണ്. പാലങ്ങളുടെ കൈവരികൾ തകർന്ന് ഇരുമ്പ് കമ്പികൾ തെളിഞ്ഞ് തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിൽ. കഴിഞ്ഞ പ്രളയകാലത്ത് ഇരട്ടയാർ ക്യാച്ച്മെന്റ് ഭാഗത്ത് വെള്ളം നിറഞ്ഞതോടെ പാലത്തിന്റെ കോൺക്രീറ്റ് തൂണുകൾക്ക് ബലക്ഷയവും സംഭവിച്ചിട്ടുണ്ട്. വീതി കുറഞ്ഞ പാലമായതിനാൽ ഒരു സമയം ഒരു വശത്ത് നിന്ന് മാത്രമേ വാഹന ഗതാഗതവും സാധ്യമാകൂ. പാലങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. നാളെ ഇതുവരെ ഈ പാലത്തിന്റെ ഒരു പണി തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ പാലത്തിന്റെ ഫയലിംഗ്, അതായത് മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ നിരവധിയായ വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന ഈ ഇരട്ടയാർ വലിയ തോവളപ്പാലവും അതുപോലെ തന്നെ ഇരട്ടയാർ ശാന്തിഗ്രാം പാലവും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി സ്കൂൾ കുട്ടികളെയും കൊണ്ട് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഈ പാലത്തിന് ഇത്രയും കാലപ്പഴക്കം കൊണ്ട് ഇത്രയും ശോചനീയാവസ്ഥ ഉണ്ടായിട്ടും ഈ ബന്ധപ്പെട്ട അധികാരികൾ, PWDയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഇത് നിർമ്മിക്കുന്നതിനോ മുൻകൈ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഏകദേശം 5 കോടിയിലധികം രൂപയാണ് രണ്ട് പാലങ്ങൾക്കുമായി പ്രഖ്യാപിച്ചത്. ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രഖ്യാപനം നടത്തിയ സ്ഥലം MLAയും പൊതുമരാമത്ത് വകുപ്പും പാലം ഉപേക്ഷിച്ച മട്ടിലാണ്. MP ഫണ്ട് ഉപയോഗിച്ച പാലങ്ങൾ പണിയാൻ കഴിയുമായിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായില്ല. പ്രഖ്യാപിച്ച തുക അടിയന്തരമായി ഉപയോഗിച്ച് പാലങ്ങൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ജനം, ഇടുക്കി.